നമസ്കാരം. കേരളത്തിൽ എന്ത് നല്ല കാര്യം കൊണ്ടുവന്നാലും അതെല്ലാം എതിർക്കുകയും ജനസമക്ഷം പുച്ഛിച്ചു തള്ളുകയും അതുപോലെ തന്നെ കോടതിയിൽ കൊണ്ടുപോയി പരാതി നൽകുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രധാന പരിപാടി. കഴിഞ്ഞ ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നമ്മുടെ പൊതുനിരത്തുകളിൽ അപകടങ്ങൾ കൂടുന്നതിനനുസരിച്ച് ആ കൂടുന്ന അപകടങ്ങൾക്ക് നമ്മുടെ മനുഷ്യജീവന്റെ വില കൊടുക്കേണ്ടി വന്നിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പല അപകടങ്ങളിലും സ്പീഡ് കൂടുതലും അതുപോലെ തന്നെ റോഡുകളുടെ ഇല്ലായ്മയും ഒക്കെ അതിന് കാരണമായിട്ടുണ്ട്. പക്ഷെ മുൻപത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോ റോഡുകളെല്ലാം നന്നായിട്ടുണ്ടെങ്കിലും ടൂ വീലറുകൾ അടക്കം നല്ല സ്പീഡുകളിലാണ് പോകുന്നത്. ഇപ്പോ കേരളത്തിലെ ജനത എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വേഗതയല്ല ഇപ്പോ നിലവിൽ. നമ്മുടെ ദേശീയപാതയാണെങ്കിലും അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലുള്ള റോഡുകളാണെങ്കിലും എല്ലാം ഭംഗിയായി നന്നാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അല്പം സ്പീഡ് കൂടിയാണ് പോകുന്നത് എല്ലാവരും. അപ്പോ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ആ സ്പീഡ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി AI ക്യാമറ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുകയുണ്ടായി. അതിനെതിരായിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. ആ കേസ് ഫയൽ ചെയ്തത് ഇപ്പോ 2-3 വർഷമായെങ്കിലും ഇപ്പോൾ ഒടുവിൽ ആ കേസിനെ സംബന്ധിച്ചുള്ള വിശദമായ പഠനങ്ങൾക്ക് ശേഷം നിരുപാധികം തള്ളിയിരിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ നമ്മൾ ജനതയ്ക്ക് വേണ്ടി എന്ത് പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാലും അതിനെ ശക്തമായി എതിർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രധാന പരിപാടി. അത് ലൈഫിന്റെ കാര്യത്തിലാണെങ്കിലും നാഷണൽ ഹൈവേയുടെ കാര്യത്തിലാണെങ്കിലും മലയോര ഹൈവേയുടെ കാര്യത്തിലാണെങ്കിലും മെട്രോയുടെ കാര്യത്തിലാണെങ്കിലും ശരി, പെൻഷന്റെ കാര്യത്തിലാണെങ്കിലും എന്ത് നല്ല കാര്യം കൊണ്ടുവന്നാലും അതിനെ ശക്തമായി എതിർക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന പരിപാടി. എന്നാൽ പല കാര്യങ്ങളിലും കോടതിയിൽ പോവുകയും അതിനെതിരായിട്ട് എന്തെങ്കിലും ഒരു വാക്കുകൂടി പറയുകയാണെങ്കിൽ അതെല്ലാം ജനങ്ങളുടെ സമക്ഷം വെച്ച് ഭരണപക്ഷത്തിനെതിരായിട്ട് എങ്ങനെ ജനങ്ങളുടെ ജനവികാരം തിരിക്കാം എന്നുള്ളത് ഇവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇതുപോലുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടാകുമ്പോൾ കോടതിയിൽ ഫയൽ ചെയ്യുന്നതിന് വേണ്ടി ഇവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. എന്തായാലും ഈ AI ക്യാമറയുടെ കാര്യത്തിൽ ഇപ്പോ കോടതിയിൽ കൊണ്ട കേസ് കൊടുത്തത് അത് നിരുപാധികം തള്ളിയിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള നിതിൻ ജാംദാറും അതുപോലെ തന്നെ ജസ്റ്റിസ് വസന്ത് ബാലാജിയും ഉൾപ്പെടുന്ന ബെഞ്ചാണ് ഇപ്പോൾ ഇത് തള്ളിയിരിക്കുന്നത്. ഈ കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കോടതി വിശദമായി പരിശോധിക്കുകയും ഇതിൻ്റെ അകത്ത് പരാതി പറയാൻ പോലും ഒരു അർഹതയില്ല എന്നുള്ള നിലയിലാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു കേസിൽ ഫയൽ തള്ളിയായിരുന്നു. അത് ഹൈക്കോടതി തന്നെയാണ്. K-ഫോണിന്റെ കാര്യത്തിൽ അഴിമതിയാണ്, അതുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇതുപോലെ തന്നെ പരാതി കൊടുത്തിരുന്നു. ആ പരാതിയും നിരുപാധികം തള്ളിയിരുന്നു. ഇപ്പോ തുടർച്ചയായി കോടതികളിൽ നിന്നും തിരിച്ചടികൾ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രതിപക്ഷം മാറിയിരിക്കുകയാണ്. എന്തായാലും ഈ AI ഫോൺ വിവാദത്തിൽ കേരളത്തിന് അനുകൂലമായ നിലപാടെടുത്ത ഹൈക്കോടതി ഈ കേസ് നിലനിൽക്കില്ലെന്നും നിരുപാധികം തള്ളിക്കളഞ്ഞിരിക്കുകയും ആണെന്ന് ഈ കേസ് ഫയൽ ചെയ്ത ആൾക്കാരോട് പറഞ്ഞിരിക്കുകയാണ്. കേരള സർക്കാരിന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് K ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. ഇപ്പോ നിരവധിയായിട്ടുള്ള കേസുകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കിയതിന്റെ എല്ലാം ഉള്ളുകളികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേരള സർക്കാരിന് എതിരായിട്ട് എന്തെങ്കിലും ഒരു വാർത്ത കിട്ടുമോ എന്ന് അന്വേഷിച്ച പ്രതിപക്ഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം കേരളത്തിലെ ഗവൺമെന്റ് എല്ലാം സുതാര്യമായി തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ കോടതി വിധിയിലൂടെ വീണ്ടും വ്യക്തമായിരിക്കുകയാണ്.